ഹേ ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഉമ്മിക്കരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലല്ല. പിന്നെ ഞാൻ എവിടെയാണ്? ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിട്ടുള്ളത് ഗൈസ്. അപ്പോൾ എല്ലാ അമ്മാമ്മമാരും ചട്ടയും മുണ്ടിൽ നിന്നൊക്കെ മാറി നൈറ്റിലേക്കൊക്കെ ആയെങ്കിലും ഞങ്ങളുടെ അമ്മാമ്മ ഇപ്പോഴും ചട്ടയും മുണ്ടും തന്നെയായിട്ട് ഇട്ടേക്കണത്. അമ്മാമ്മയുടെ ഹെയറിൻ്റെ കളർ നല്ല വൈറ്റ് ആയിട്ട് ഗൈസ്. അപ്പോൾ ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മാമ്മ പറഞ്ഞു ഇതേ ബാക്കിലും അമ്മാമ്മ ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാശ് കൊടുക്കാതെയാണ് അമ്മാമ്മ ഇതൊക്കെ ചെയ്തേക്കണായിട്ട് ഗൈസ്. ഭയങ്കര നാച്ചുറലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കിട്ടിയത് പൊറോട്ടയും പിന്നെ സാമ്പാറാട്ടോ. അതിന് താങ്ക്സ് പറയേണ്ട പപ്പയോടാണ്. കാരണം അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നിന്നപ്പോൾ പപ്പയാണ് പറഞ്ഞത് നമുക്ക് പൊറോട്ട മേടിക്കാമെന്ന്. അതെന്തായാലും നന്നായി. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ഇവിടെ അടുത്ത് എന്തെങ്കിലും കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാമച്ചൻ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയതാണ് ഈ വലിയൊരു തോട്. ഈ തോട് നിറയെ എന്നാണ് മാമച്ചൻ പറഞ്ഞത്. പിന്നെ കാണിച്ചു തന്നത് ഈ ഒരു വാഴത്തോപ്പ് കേട്ടോ. ഞങ്ങൾക്ക് എന്താണെങ്കിലും ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ മൂളിയമ്മ പൊതിച്ചോറ് കെട്ടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഈ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. മൂളിയമ്മ ആലപ്പുഴ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മൂളിയമ്മയ്ക്ക് മാതാവിനെ കുറിച്ച് പറയുമ്പോൾ 100 നാക്കാട്ടോ, അത്രയ്ക്ക് വിശ്വാസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോലെയായിട്ട് ഈ പൊതിച്ചോറ് നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ കൊടുക്കുന്നത്. അപ്പോൾ മൂളിയമ്മയും ചേട്ടയും പപ്പയും കൂടെ അത് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷമെങ്കിലും ഞാൻ ആദ്യമായിട്ടോ ഇവിടെ നിൽക്കാൻ വരുന്നത്. എന്താണ് എനിക്ക് നല്ലൊരു ഹോംലി ഫീലായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.